പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകി. ആവശ്യത്തിലധികം നിയമങ്ങൾ നമുക്കുണ്ട്, ഇതിൽ ആവശ്യമില്ലാത്തവയുമുണ്ട്. ഇത്തരത്തിലുള്ളവ നീക്കം ചെയ്യണമെന്നും പ്രധാനമന്ത്രി ചടങ്ങിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ 1 ഖത്തർ സന്ദർശിക്കും. ഊർജ്ജ മേഖലയിലെ വിവിധ കരാറുകളും പ്രവാസി സമൂഹവുമായി ബന്ധപ്പെട്ട ചർച്ചകളുമാണ് പ്രധാന ലക്ഷ്യങ്ങളെന്ന് ദി ഇക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ദുബായ്, അമേരിക്ക, ചൈന തുടങ്ങിയ രാഷ്ട്രങ്ങളിലെ സന്ദർശനവേളയിൽ നടത്തിയതുപോലെ ദോഹയിൽ പ്രമുഖ സ്റ്റേഡിയത്തിൽ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിനായി അമേരിക്കയിലേക്ക് പോകും വഴിയായിരിക്കും മോദി ഖത്തറിലെത്തുകയെന്നാണ് റിപ്പോർട്ടുകൾ. ജൂൺ 4 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും സന്ദർശനമെന്ന് അടുത്ത വൃത്തങ്ങൾ സൂചന നൽകുന്നു. ഖത്തറിനൊപ്പം ഇറാൻ സന്ദർശനത്തിനും മോദി ലക്ഷ്യമിടുന്നുണ്ട്. മെയ് മാസത്തിലാണ് ഇറാൻ സന്ദർശനം. ഖത്തർ ഇന്ത്യ ബന്ധത്തിൽ പ്രധാനമന്ത്രി മുഖ്യ പരിഗണനയാണ് നൽകുന്നതെന്നും അമീറിന്റെ ക്ഷണം സ്വീകരിച്ചിട്ടുണ്ടെന്നും മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി അംബാസഡർ സഞ്ജീവ് അറോറ അറിയിച്ചു. സന്ദർശന തീയതിയും മറ്റ് വിശദാംശങ്ങളും ഔദ്യോഗിക വക്താക്കൾ പിന്നീട് അറിയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ സംഘർഷത്തിനിടെ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. ഒരാൾക്ക് പരിക്കേറ്റു. 2 വിദ്യാർത്ഥി ഗ്രൂപ്പുകൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനിടെയാണ് സംഭവം. ഇന്നലെ വൈകുന്നേരമാണ് സംഘർഷം ആരംഭിച്ചത്. സർവകലാശാല പ്രോക്ടറുടെ ഓഫീസിനും വാഹനങ്ങൾക്കും വിദ്യാർത്ഥികൾ തീയിട്ടു. സംഭവസ്ഥലത്ത് ഫയർ എഞ്ചിനുകളും കൂടുതൽ പോലീസുമെത്തി സ്ഥിതി ശാന്തമാക്കി. സംഘർഷത്തിന്റെ കാരണം വ്യക്തമല്ല. കോഴിക്കോട് നഗരത്തിലെ ലുലു ഗോൾഡ് ജ്വല്ലറിയിൽ തീപിടുത്തം. ജ്വല്ലറി സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ 2ഉം 3ഉം നിലകളിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ സംഭവം നടക്കുമ്പോൾ കെട്ടിടത്തിൽ ജീവനക്കാർ ഉണ്ടായിരുന്നില്ല. അഗ്നിബാധയുണ്ടാകാനുള്ള കാരണം വ്യക്തമായിട്ടില്ല. അഗ്നിശമനസേന തീയണക്കാൻ ശ്രമം തുടരുകയാണ്. ആളപായമില്ല. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, വ്യർത്ഥഭാവക്കടലുകൾ ചുമന്ന ചിത്തങ്ങൾക്കു ധർമ്മബോധമിട്ട താരങ്ങളെ, ചീർത്തിടും യുവത്വമിൽ സധൈര്യമുയർത്തെത്തിടാൻ കരുത്തു നൽകിടും തിങ്കളെ. Fighting for the nation, we of the tradition, struggling for salvation, we are against vice. Fighting for the nation, we of the tradition, struggling for salvation, we are against vice. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാൽ അധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ. നന്മ തൻ സുഗന്ധിയായി പടർന്നിടും സുഗന്ധമായി, തിന്മയോടെ എതിർത്തു ശാന്തി മന്ത്രമോതും ഗീതമായി, ശൂരിതർ സ്വഹാബത്തിന്റെ വീര്യമുള്ള ശക്തി നാം, ധീരതയ്ക്കു പേരു കേട്ട ഉമറിൻ ധീരമക്കൾ നാം, ശൂരിതരായി നിസ്വാർത്ഥരായി നബി വിരിച്ച പാതയിൽ ചരിത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ചുമതലയേറ്റ് 1 വർഷം കഴിഞ്ഞ സംസ്ഥാന വഖഫ് ബോർഡ് സുന്നി ദ്രോഹ നടപടികൾക്കാണ് മുൻഗണന നൽകുന്നതെന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ഇസ്മായിൽ വഫ വഖഫ് ബോർഡ് ഡിവിഷണൽ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വഖഫ് ബോർഡിലെ മതേതര മെമ്പർമാർ നീതിയോടെ പെരുമാറുമെങ്കിലും സമുദായത്തിന്റെ പേരിൽ വഖഫ് ബോർഡ് അംഗങ്ങളായവരാണ് കടുത്ത അവഗണന നടത്തുന്നത്. പേരിന് പോലും ഇല്ലാത്ത സമുദായ സംഘടനകൾക്ക് വഖഫ് ബോർഡിൽ പ്രാതിനിധ്യം നൽകിയപ്പോൾ കേരളത്തിലെ മുസ്ലിംകളുടെ മഹാഭൂരിപക്ഷം വരുന്ന സുന്നി വിഭാഗത്തിൽ നിന്ന് ഒരാളെപ്പോലും പരിഗണിച്ചില്ല. വഖഫ് വിഷയങ്ങളിൽ സുന്നികളുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷനുകൾ പോലും ഇപ്പോഴത്തെ വഖഫ് ബോർഡ് അനുവദിക്കുന്നില്ല. ഇത് സംബന്ധിച്ച് ചെയർമാൻ റഷീദ് അലി ശിഹാബ് തങ്ങൾക്ക് പലതവണ പരാതി നൽകിയെങ്കിലും നിരാശയായിരുന്നു ഫലം. ഈ സാഹചര്യത്തിലാണ് തങ്ങൾ പ്രക്ഷോഭത്തിന് നിർബന്ധിതരായിരിക്കുന്നത്. സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലും ഇവർ അനീതി കാണിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾ പ്രതിഷേധം സംഘടിപ്പിക്കരുതെന്നാണ് ചിലർ ഉപദേശിക്കുന്നത്. എന്നാൽ ഏത് സമയത്ത് പ്രക്ഷോഭം നടത്തണമെന്ന് തങ്ങളെ ആരും പഠിപ്പിക്കേണ്ടതില്ല. ഉചിതമായ സമയത്താണ് തങ്ങൾ പ്രക്ഷോഭത്തിനിറങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങള് മൊറം പാർട്ടിയിൽ അനീതി നടന്നിട്ടുണ്ട്. നമ്മുടെ മുഷാവറ മെമ്പർ വന്യരായ ആലിക്കുഞ്ഞി മുസ്ലിയാരെ താലിയാക്കി ഏകണ്ഠേന തീരുമാനിച്ചിട്ട്
ഞങ്ങൾക്കൊരു സുന്നി ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. വഖഫ് ബോർഡ് മെമ്പർമാർ ഒന്ന് സയ്യിദ് റഷീദ് അലി തങ്ങൾ. ഇദ്ദേഹത്തോട് പലവട്ടം സയ്യിദന്മാരാണ് ഏറ്റവും കൂടുതൽ നീതി കാണിക്കേണ്ടത്. അവരറിയല്ലേ നമ്മളോരെ ബഹുമാനിക്കുന്നത്? തിരുനബിയുടെ കുടുംബമല്ലേ? ഒന്ന്. രണ്ട്, MI ഷാനവാസ്. ഓക്കെ. പിന്നെ മൊത്തത്തിലൊരു പ്രത്യേകത, ഞാൻ MLA MP മാരത് കണ്ടതാണ്. ഞാൻ മെമ്പറായിരുന്നു. മിക്കവാറും MLA മാരും MP മാരും മീറ്റിംഗിൽ പങ്കെടുക്കാറില്ല. ഇവരെ പറ്റി എനിക്ക് അറിഞ്ഞൂടെ. അല്ലാഹു ആലം. നീതിയും ന്യായവും പുതിയ വഖഫ് ബോർഡിന്റെ ഒരു ഇടപെടലിലും ഉണ്ടാകുന്നില്ലെന്ന് SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി മജീദ് കക്കാട് പറഞ്ഞു. ചേളാരി കമ്പനി എഴുതിക്കൊടുക്കുന്ന കാര്യങ്ങൾ അപ്പാടെ വഖഫ് ബോർഡ് നടപ്പാക്കുകയാണ്. ഇതിനെതിരായ പ്രക്ഷോഭം ശക്തമാക്കും. ഇതിന്റെ ഭാഗമായി ഈ മാസം 28-ന് മലപ്പുറം മഞ്ചേരിയിലുള്ള വഖഫ് ബോർഡ് ഡിവിഷണൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. തുടർന്ന് ഇത് സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിക്കും. വഖഫ് സംബന്ധമായ വിഷയങ്ങളിൽ കൃത്യതയോടെയും അതീവ സൂക്ഷ്മതയോടെയും തീരുമാനങ്ങൾ എടുക്കേണ്ട വഖഫ് ബോർഡ് തീർത്തും ഏകപക്ഷീയമായാണ് തീർപ്പുകൾ കൽപ്പിക്കുന്നത്. വിവിധ മഹല്ലുകളിലെ വഖഫ് സംബന്ധമായ തർക്കങ്ങളിൽ സത്യത്തിനോ നീതിക്കോ ഒരു വിലയും ഇവർ കൽപ്പിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം വാഴയൂർ കക്കോവ് മഹലിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള വഖഫ് ബോർഡ് ഉത്തരവ് വഖഫ് ട്രിബ്യൂണൽ റദ്ദ് ചെയ്തു. മഹല്ല് കമ്മിറ്റിയുടെ വാദം കേൾക്കാതെ ചേളാരി വിഭാഗത്തിന്റെ മാത്രം അഭിപ്രായത്തിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള വഖഫ് ബോർഡിന്റെ ഏകപക്ഷീയ തീരുമാനമാണ് ട്രിബ്യൂണൽ റദ്ദ് ചെയ്തത്. പരാതിക്കാരുടെ അഭിപ്രായം കേട്ട ശേഷം മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂവെന്ന് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ ജഡ്ജ് വിൻസെന്റ് അറിയിച്ചു. രേഖകൾ പരിശോധിച്ച് ന്യായമായ തീരുമാനമെടുക്കാൻ വഖഫ് ബോർഡിന് 3 മാസത്തെ സമയവും നൽകിയിട്ടുണ്ട്. ഈ കാലയളവിനുള്ളിൽ മഹല്ലുമായി ബന്ധപ്പെട്ട രേഖകൾ വഖഫ് ബോർഡിന് മുമ്പിൽ ഹാജരാക്കാൻ കക്കോവ് ഹിദായത്തുൽ ഇസ്ലാം മഹല്ല് കമ്മിറ്റിയോടും ആവശ്യപ്പെട്ടു. ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്ന മഹല്ലിന്റെ ഭരണം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യവുമായി ചേളാരി വിഭാഗം നടത്തിയ നീക്കത്തെ തുടർന്ന് കഴിഞ്ഞ മാർച്ച് 1-നാണ് തിരഞ്ഞെടുപ്പ് നടത്താൻ വഖഫ് ബോർഡ് ഉത്തരവിട്ടത്. 2004-ൽ എഴുതി തയ്യാറാക്കിയ മഹല്ലിന്റെ ഭരണഘടന പ്രകാരം ഇരുവിഭാഗവും ഒരുമിച്ചായിരിക്കും ഭരണം നടത്തുക എന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത് മഹല്ല് ഭാരവാഹികൾ വഖഫ് ബോർഡിനെ അറിയിച്ചെങ്കിലും പരിശോധിക്കാൻ അവർ തയ്യാറായില്ല. അവർ തിരഞ്ഞെടുപ്പ് നടപടികളുമായി മുന്നോട്ടു പോയതിന്റെ അടിസ്ഥാനത്തിലാണ് മഹല്ല് പ്രസിഡന്റ് അലവി മൌലവിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ വഖഫ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. LDF സ്ഥാനാർത്ഥികൾ കൂട്ടത്തോടെ മർക്കസിൽ, നിലപാട് വ്യക്തമാക്കി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കക്കോവ് മഹല്ല് തിരഞ്ഞെടുപ്പ്, വഖഫ് ബോർഡ് ഉത്തരവ് വഖഫ് ട്രിബ്യൂണൽ റദ്ദാക്കി. വഖഫ് ബോർഡ് മുൻഗണന നൽകുന്നത് സുന്നി ദ്രോഹ നടപടികൾക്കെന്ന് കേരള മുസ്ലിം ജമാഅത്ത്. പിണറായി വിജയനോട് 10 ചോദ്യങ്ങളുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. VS അച്യുതാനന്ദൻ നുണപ്രചാരണം അവസാനിപ്പിച്ചില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ വികാരാധീനനായി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് TS താക്കൂർ. ഉമ്മൻചാണ്ടിക്ക് ചോദ്യങ്ങൾ മാത്രമേയുള്ളൂ, ഉത്തരങ്ങളില്ലെന്ന് VS അച്യുതാനന്ദൻ. അലിഗഡ് സർവകലാശാലയിൽ സംഘർഷം, ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂണിൽ ഖത്തർ സന്ദർശിക്കും. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.